ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫൈനലി PGയിലെ ഗ്രാജുവേഷൻ ഓർ കോൺവെക്കേഷൻ ഡേ ആണ് ഇന്ന്. അപ്പൊ അതിന്റെ കോട്ടും സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാനായിട്ട് പോവാണ്. പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് ഞാൻ ഈ ഇൻട്രോ പോലും എടുക്കുന്നത്. അത്രയും എനിക്ക് രാവിലെ എടുക്കാനൊന്നും പറ്റിയില്ല. വീഡിയോ നല്ല തിരക്കായിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് വേഗം കണ്ടിട്ട് വരും. ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിന് ശേഷം പറയാം. അപ്പൊ ഗൈസ്, നമുക്ക് 9 മണിക്കായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉമ്മയും ഉപ്പയൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ നേരെ കുഞ്ഞാമാന്റെ വീട്ടിൽ പോകാന്ന് വിചാരിച്ചു. ബിക്കോസ് സാരിയും അവിടെയാണുള്ളത്, സാരി ഉടുത്തരാനുള്ള ആളും അവിടെയാണുള്ളത്. എനിക്ക് സാരി ഒന്നും ഉടുക്കാൻ അറിയില്ല ഗൈസ്. അങ്ങനെ അവിടുന്ന് സാരിയൊക്കെ ഉടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായിട്ട് നമ്മളിതാ പ്രോഗ്രാമിന് പോകാനായിട്ട് നേരെ കോളേജിലോട്ടേക്ക് പോവാണ്. നമുക്ക് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ ഫോൺ അലൗഡ് അല്ല. ഫോൺ ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് കയറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്റെ ഉമ്മ പിന്നെ പ്രോമാക്സ് വീഡിയോഗ്രാഫർ ആയതുകൊണ്ട് ഒന്നും പറയാനില്ല. ആകെ 2 ക്ലിപ്പ് മാത്രം കിട്ടി. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കോട്ടൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് നേരെ ഹാളിലോട്ടേക്ക് കയറി. പിന്നെ വരാനുള്ളവരൊക്കെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഈ ബ്ലാക്ക് കളർ കോട്ട് UGക്കാർക്കും PGക്കാർക്ക് യെല്ലോ കളർ കോട്ടുമാണ്. വീഡിയോ ഇല്ലെങ്കിലും എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. ഇതുപോലെ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ഞാൻ നേരെ എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ മുഖത്തോട്ടാ നോക്കിയത്. ആ മുഖത്ത് ചിരി ഉണ്ടല്ലോ, ഒരു ഫീൽ ചെയ്യുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഓൾ ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും പിന്നെ ഓൾ PG സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് പിന്നെ എന്റെ വാനരപ്പടകൾ, ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും അത് മസ്റ്റ് ആണല്ലോ. ഞങ്ങൾ എല്ലാവരും സാരി ഉടുക്കാന്നാ പറഞ്ഞിരുന്നത്. ഡിഫറെന്റ് കളർ ആക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇട്ട് വന്ന് നോക്കുമ്പോൾ 3 ആളത് ഒരേപോലത്തെ കളറായി. പിന്നെ പ്രോഗ്രാമും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ വന്നപ്പോഴാണ് നമ്മുടെ ജൂനിയേഴ്സിനെയും കൂടെ ഉള്ളവരും ഒക്കെ കാണുന്നത്. എല്ലാവരോടും കുറെ നേരം സംസാരിച്ചു. എല്ലാരെയും കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം. ഫുഡ് നമുക്ക് ഇവിടെ ഉണ്ട്, അപ്പൊ അതും കൂടി കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു നിന്ന്. അപ്പോഴാണ് ഞാൻ എന്റെ പഴയ ജൂനിയറിനെ കണ്ടത്. ഓനാണെങ്കിൽ അവിടെ നിന്ന് കത്തിയടിയാണ്. എന്ത് പറഞ്ഞ് തള്ളിക്കൂട്ടാന്ന് അള്ളാഹ്ക്കറിയാം. ഞാൻ വലുതായി വളർന്ന് കുറെ പൈസ ഉണ്ടാകുമ്പോൾ ഒരു ബെൻസ് കാർ വാങ്ങിയിട്ട് അതിന്റെ ഡ്രൈവർ അന്നാക്കുന്നൊക്കെ പണ്ട് അവനോട് കുറെ പറഞ്ഞു. പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു 6-7 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിശേഷങ്ങൾ പറഞ്ഞിട്ടും തീരുന്നൊന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് ഗൈസ് എന്റെ കോളേജ്. കുറച്ചു പേരൊക്കെ കമന്റ്സിൽ ചോദിക്കുമായിരുന്നു ഞാൻ ഏത് കോളേജിലാണ് പഠിച്ചതെന്ന്. ഞാൻ നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് താളൂരാണ് പഠിച്ചിട്ടുള്ളത്. അണ്ടർ ദ ഭാരതിയാർ യൂണിവേഴ്സിറ്റി ആണ് ഞാൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല. ഇവിടെ വയനാട് ഏരിയ ആയതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി കാലിക്കറ്റ് മലപ്പുറത്ത് നിന്നാണ് കുട്ടികൾ വരാറുള്ളത്. വയനാടിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുപോലെ തന്നെ എന്റെ 5 വർഷത്തെ മെമ്മറീസ് ആണ് ഈ ഒരു കോളേജിലുള്ളത്. ഞാൻ UGയും PGയും പഠിച്ചത് ഈ കോളേജിൽ തന്നെയായിരുന്നു. അപ്പൊ ഗൈസ്, വീഡിയോ ക്ലിപ്സ് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഗ്രാജുവേഷൻ ഡേയിലുള്ള കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ വിചാരിച്ച പോലെ ആയില്ല. സമയത്തിനൊന്നും വന്നിട്ട് സെറ്റ് ആവാത്തതും കൊണ്ട് ഫുള്ള് ഒരു ഹറിബറി കളിയായിരുന്നു. അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമുക്ക് ഹാളിൽ കയറി കഴിഞ്ഞാൽ ഫോൺ അലൗഡ് അല്ല. അപ്പൊ ഒന്നാമത് വീഡിയോ എടുക്കാൻ അങ്ങനെയും പറ്റില്ല. പിന്നെ എന്റെ അമ്മച്ചി അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നുറുമ്പിയൊക്കെ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സ് ആണ് ഞാൻ ഇതിന്റെ ഇടയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഗൈസ്, ഇതായിരുന്നു എന്റെ ഗ്രാജുവേഷന് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. ഞാൻ സാരിയാണ് ഉടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ റെയർ ആയിട്ട് വല്ലപ്പോഴൊക്കെയാണ് സാരി ഉടുക്കുക. അതുകൊണ്ട് എനിക്ക് എപ്പോൾ ഞാൻ സാരി ഉടുത്ത് കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റിലൂടെ പറയണം. ഇത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഫുൾ ആയിട്ട് കാണുന്ന പോലത്തെ 2-3 വീഡിയോ ക്ലിപ്സ് ഉണ്ട് എന്ന് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ എല്ലാവരും സാരി ഉടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞങ്ങള് PGയിലെ എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സാരി ആക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഉടുത്തതാണ്. അതും ഞാൻ കുഞ്ഞാമാന്റെ വീട്ടിൽ പോയി എടുത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് ഈ വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ പരിപാടിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. എന്റെ പഴയ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി, പിന്നെ എല്ലാവരെയും കാണാൻ പറ്റി, ടീച്ചേഴ്സിനെ കാണാൻ പറ്റി, നമ്മുടെ ജൂനിയേഴ്സിനെ കാണാൻ പറ്റി. കോളേജും കുറെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് കോളേജിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാരെയും കണ്ടു, പരിപാടിയൊക്കെ കൂടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിലൊക്കെ ഉപരി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 വർഷം കുത്തിയിരുന്ന സെമിനാർ, അസൈൻമെന്റ്, പ്രൊജക്ട്, മണ്ണാങ്കട്ട, മറിച്ചത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് നമുക്കിതാ ഫൈനലി നമ്മുടെ PG സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. എന്നോട് കുറെ പേര് ചോദിക്കലുണ്ട് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്, എന്തിനാ പഠിക്കണത് എന്നുള്ളതൊക്കെ. എന്തിനാ പഠിക്കണേ അതല്ല, എന്തിനാണ് പഠിക്കുന്നത് മോളെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഗൈസ്, ഞാൻ PG കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് ധൈര്യത്തിൽ പറയാം ഞാൻ PG കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഇനി ഇൻഷാ അല്ലാ ജോലി കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എനിക്ക് ഭയങ്കര പ്രൗഡ് ഉള്ള ഒരു ഡേ ആണ് എന്റെ ഉമ്മാനും ഉപ്പാനെയും കുറിച്ച് ഓർത്തിട്ട്. കാരണം എന്റെ +2 സ്കൂളൊക്കെ കഴിഞ്ഞപ്പോ തന്നെ എന്റെ കുറെ ഫ്രണ്ട്സിന്റെ കല്യാണം കഴിഞ്ഞു. അവരൊക്കെ ഇപ്പൊ ഞാൻ കാണുമ്പോൾ അവരൊക്കെ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീട്ടമ്മയായിട്ട് ഇരിക്കുകയാണ്. അതൊരു തെറ്റായ കാര്യമാണ് എന്നല്ല, പക്ഷെ അതിൽ കുറെ പേർക്ക് പഠിക്കണമെന്നും ജോലി വാങ്ങണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഒത്തിരി ആളുകളുണ്ട്. അവരതിന്റെ സങ്കടവും വിഷമങ്ങളും ഒക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എന്റെ ഉമ്മയും ഉപ്പയും എത്ര സ്വീറ്റാണ്, എത്ര നല്ല ആൾക്കാരാണ്. അവര് മോളായ എന്റെ ഇഷ്ടത്തിനനുസരിച്ചും എന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും എന്നെ പഠിപ്പിച്ച്
ഇത്രയൊക്കെ ആക്കിയില്ലേ. അപ്പൊ ഇതിങ്ങനെ വാങ്ങിയിട്ട് ഉമ്മാന്റെ ഉപ്പാന്റെയും കയ്യിൽ കൊടുക്കുമ്പോഴും അവരെ നടുവിൽ നിന്നിട്ട് ആ കോട്ടൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. അയ്യോ, എനിക്ക് ഡിഗ്രിന്ന് വാങ്ങിയതിനേക്കാളും ഒരു ഇരട്ടി സന്തോഷമായിരുന്നു ഇന്ന് വാങ്ങുമ്പോൾ. ഡിഗ്രിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. 3 വർഷം നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞു, നമുക്കൊരു കോട്ടൊക്കെ കിട്ടിയപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഇരട്ടി ഫീൽ ആയിരുന്നു എനിക്ക് PGന്ന് കിട്ടുമ്പോൾ. കാരണം നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, ക്വാളിഫൈഡ് ആയ ആളാകുകയാണല്ലോ, ആ ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ കളിയാക്കിയ ആൾക്കാരോടും നമ്മളെ തളർത്തിയ ആൾക്കാരും ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഓലോടൊക്കെ എനിക്ക് സ്നേഹവും സന്തോഷവും മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡോസ് തരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഉഷാറിൽ ഇങ്ങനെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും സ്പീഡപ്പ് ആക്കി ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ. പിന്നെ ചില ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ ചുറ്റിനും നിന്നിട്ട് കല്യാണം കഴിച്ചൂടെ, എന്തിനാ കുറെ പഠിച്ചിട്ട് അടുക്കളയിൽ പോയി പാത്രം കഴുകണേന് ഇത്രയും ഡിഗ്രീന്റെയും ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, കല്യാണമാണ് മെയിന്, കല്യാണം കഴിച്ച് 4 പിള്ളേരാവണം, അതാണ് അച്ചീവ്മെന്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്നല്ല ഞാൻ പറയണത്, അതൊക്കെ ലൈഫിൽ ഓരോ ഭാഗങ്ങളാണ്. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി എഡ്യൂക്കേഷൻ ജോബാണെന്ന് ഞാൻ പറയുന്നില്ല. ജോലി കിട്ടിയാലേ പഠിക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ ആൾക്കാരെ പഠിക്കേണ്ടുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനായിട്ട്. ഞാൻ ഇനിയും ഇതിന് ശേഷം പഠിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്റെ ക്വാളിഫിക്കേഷനിലാണെങ്കിലും എന്റെ ക്യാരക്ടറിലാണെങ്കിലും ആറ്റിറ്റ്യൂഡിലാണെങ്കിലും അറിവിലാണെങ്കിലും എത്രത്തോളം അപ്ഗ്രേഡ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിന്റെയൊക്കെ ലാസ്റ്റ് എനിക്ക് വലിയൊരു ജോലി കിട്ടണം, കുറേ ശമ്പളം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. പഠനം അതൊരു രസമുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ ഓരോ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പോയി വാങ്ങുക, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫീല് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കുറെ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട്, എന്താ മോളെ 24 കല്യാണം കഴിച്ചില്ലേ, 23 കല്യാണം കഴിച്ചില്ലേ, കല്യാണം കഴിക്കാൻ സമയമായില്ലേ, എന്തിനാണ് ഇങ്ങനെ കുറെ പഠിക്കണേന്ന്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ഇത് മാത്രമാണ്. കണ്ടില്ലേ, റബീബ സെനിയ കമ്പ്യൂട്ടർ സയൻസ് MSc ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. ഇത് നമുക്ക് കല്യാണം കഴിച്ചാൽ സ്റ്റേജ് ഒന്നും കിട്ടൂല, നമ്മൾ പഠിച്ച് ഇതേമാതിരി ചെല്ലുമ്പോഴേ കിട്ടുള്ളൂ. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും. ചിലപ്പോൾ കിട്ടുന്നതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത് കിട്ടാനേ ഉള്ളൂ സാധ്യത, എന്തായാലും മോശമാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പഠിക്കാൻ പറ്റണോലൊക്കെ പഠിക്കാം. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണത്. എന്റെ ഫ്രണ്ട്സ്, അതായത് +2 കഴിഞ്ഞിട്ട് എന്റെ കുറെ ഫ്രണ്ട്സിന്റെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞുപോയി. ഓലൊക്കെ ഇപ്പൊ ഒരു ഫാമിലി ലൈഫായിട്ട് ലീഡ് ചെയ്യാണ്, കുട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് നല്ലൊരു കാര്യമല്ല എന്നല്ല, ഒരുപാട് ഹാപ്പി ആയിട്ട് പോകുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പക്ഷെ ഒരുപാട് ഫ്രണ്ട്സ് പേഴ്സണലി നമ്മളോട് പറയാറുണ്ട്, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണം എന്നും, ജോലി കിട്ടിയില്ലെങ്കിലും പഠിക്കണം, ഒരു ഡിഗ്രി പഠിക്കണം, കോളേജ് ലൈഫ് ഒരു പഠിച്ച് കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ ആവുക, അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞപാട് അങ്ങോട്ട് കല്യാണം കഴിച്ചതല്ല ഒരാളുടെ ലൈഫിന്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രായം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ചെറിയ പ്രായമാണ്. കുറച്ചും കൂടി പഠിക്കാനായിട്ടൊക്കെ വിടുക മക്കളെ. പഠിച്ചു കഴിഞ്ഞാല് ജോലിയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി എഡ്യൂക്കേഷൻ എന്നല്ല. പഠിച്ച് വലിയ സംഭവമൊക്കെ ആയി കുറെ പൈസന്റെ ജോലി കിട്ടുക അതല്ല. പഠിക്കുമ്പോൾ നമ്മളെ എന്താ പറയാ, പഠിക്കുമ്പോൾ നമ്മളെ നോളേജ് അപ്ഗ്രേഡ് ആകും. അതേപോലെ തന്നെ നമ്മളെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ക്യാരക്ടർ, നമ്മളെ അറിവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ആവാനുണ്ട് ഈ പഠിക്കാൻ പോണ സമയത്ത്. ജോലി മാത്രമല്ല, അതുകൊണ്ട് വേറെ കുറെ ഗുണങ്ങളുണ്ട്. അപ്പോൾ പഠിച്ചിട്ട് ഇതുപോലെ ഓരോ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുക, അപ്പൊ ഒരു സന്തോഷമൊക്കെ കിട്ടാണ്ട് അതൊക്കെ കണ്ട് അനുഭവിക്കുക, ഒക്കെ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ അനുഭവിക്കാൻ പറ്റൂ. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കലുണ്ട്, ഇതോടുകൂടി പഠനം നിർത്താൻ പോവുകയാണോ, ഇനി വല്ല പണിക്കൊക്കെയാണോ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് അങ്ങനെ പോവുകയാണോ എന്നൊക്കെ. അതൊക്കെ എൻ്റെ ലൈഫിലെ ഓരോ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്, അതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ പഠനം നിർത്താൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് ഇനിയും പഠിക്കാൻ വിട്ടാൽ അത്രയും സന്തോഷമാണ്. പക്ഷെ ഇപ്പൊ എന്തായാലും നോക്കുന്നില്ല, ഇപ്പൊ എന്തായാലും ഒരു ജോബ് നോക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയാൽ പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാ. പിന്നെ പറ്റിയാൽ ഇതിന് മുകളിലോട്ട് ഇനിയും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ പേരിനപ്പുറത്തോട്ട് കൂടുതൽ ക്വാളിഫിക്കേഷനുകൾ ഇങ്ങനെ എഴുതി, എന്താ പറയാ, ഒരു 2-3 ലൈനിൽ ഇങ്ങനെ എന്റെ പേര് എഴുതി അതിന്റെ അപ്പുറത്ത് ഓരോ ക്വാളിഫിക്കേഷൻ എഴുതുമ്പോൾ ഒരു 3-4 ലൈനൊക്കെ ഇങ്ങനെ വരണം. ഞങ്ങള് കോളേജ് പഠിക്കുന്ന സമയത്ത് റെക്കോർഡ് ഉണ്ടാകും, നമുക്ക് പ്രൊജക്ട് ഉണ്ടാകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്യുമെന്റേഷൻ റെഡിയാക്കും. അപ്പൊ നമ്മളെ ഗൈഡ്, അതേപോലെ തന്നെ പ്രിൻസിപ്പള്, അങ്ങനത്തെ ആൾക്കാരുടെ പേരൊക്കെ എഴുതുമ്പോൾ ക്വാളിഫിക്കേഷൻ ബ്രാക്കറ്റിൽ എഴുതണം. അപ്പൊ ചില ടീച്ചേഴ്സിന്റെ എഴുതുമ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ എഴുതി ആ ലൈനൊന്നും തികയില്ല, ഞങ്ങൾക്ക് ഈറ പിടിക്കും, ഇത് എന്താണിത് തീരാത്തത്. എന്നിട്ട് 2-3 ലൈനൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു ഇതുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, എന്തെങ്കിലും നമ്മൾ കുറെ ക്വാളിഫിക്കേഷൻ വാങ്ങിയിട്ട്
2, 3, 4 പേജ് 2, 3, 4 ലൈനിൽ നമ്മളെ ക്വാളിഫിക്കേഷനും പേരെങ്ങനെ എഴുതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ മാതിരി ആക്കണം. ഇൻഷാ അള്ളാ അതൊക്കെ എന്തായാലും സാധിക്കട്ടെ. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ അങ്ങനെ എന്റെ 2ാമത്തെ ഒരു കടമ്പ കൂടി കടന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനെ പറ്റിയാണെങ്കിലും എന്റെ സന്തോഷത്തെ പറ്റിയാണെങ്കിലും എന്റെ സാരിയെ പറ്റിയാണെങ്കിലും ഒക്കെ നിങ്ങൾ കമന്റ് എന്തായാലും പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കേട്ട് വരുന്നത് ബൈ.